ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മാർച്ച് മാസം 16-ാം തീയതി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരവസരം കൂടെ ഒരുക്കിയല്ലോ. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനങ്ങൾ 66 അതിൻ്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. തലക്കെട്ടിൽ ആരെഴുതിയെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ സ്തോത്രം, ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദ് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. കാരണം അതിൻ്റെ എഴുത്തുകളും അതിൻ്റെതായ നിലയിലെ ദൈവത്തെ പുകഴ്ത്തുന്നതും കാണുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ താൻ തന്നെ എന്ന് നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ തന്നെ സ്തോത്രം, ഇതൊരു പാട്ടായി, ഒരു ഗീതമായി പുറത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനകത്തളങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വലിയ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന സ്തോത്രം, ദൈവത്തിനായി കാത്തു നിൽപ്പാൻ അവൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, സ്തുതി ആ സങ്കീർത്തനങ്ങളിൽ കൂടെ ചേർന്ന് നിന്ന് ദൈവനാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വായിച്ച് കേട്ടത്: സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത അത് ഞാൻ എന്ത് ചെയ്യാം? വിവരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത അത്ഭുതം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ പ്രാണനെ തകർത്ത് കളയുവാൻ, തൻ്റെ പ്രാണനെ ഉടച്ചു കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ, പ്രൈസ് ദി ലോർഡ്, ഒരു കൂട്ടം പേര് ദാവീദിന് നേരെ തിരിഞ്ഞു. സ്തോത്രം. നമുക്കറിയാം. ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നതും രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം മഹത്വം കീർത്തിപ്പാൻ, അവൻ്റെ സ്തുതി സ്തോത്രം മഹത്വീകരിപ്പാൻ. സ്തോത്രം. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരവും, നിന്റെ ശക്തിയുടെ വലിപ്പത്തിൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ആമേൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന ഒരു അഭിഷക്തനോ അഭിഷക്തയ്ക്കോ ദൈവം കൊടുത്തിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിൻ്റെ ബലം ഉണ്ടല്ലോ. ആമേൻ. എന്താണ്? ശത്രുക്കൾ നിനക്കെന്ത് ചെയ്യും? കീഴടങ്ങും. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനെ കീഴടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിപ്പം അറിയണം. ശത്രു കീഴടങ്ങണമെങ്കിൽ പ്രാപിച്ച കൃപയുടെ വലിപ്പം അറിയണം. ആമേൻ. ശത്രുക്കൾ നിന്നെ കാണുമ്പോൾ ഭയപ്പെടണമെങ്കിൽ നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അറിയണം. പ്രൈസ് ദി ലോർഡ്. ശത്രു നിന്റെ മുമ്പിൽ കീഴടങ്ങണമെങ്കിൽ നിന്റെ ശക്തിയുടെ വലിപ്പത്തിൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. എന്താണ്? തൻ്റെ പ്രവർത്തികൾ എത്ര ഭയങ്കരമെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കൂ, തൻ്റെ പ്രവർത്തികളുടെ വലിപ്പം ദാവീദ് രാജാവിന് നല്ലവണ്ണം അറിയാം. സ്തോത്രം. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുന്ന മഹാ അത്ഭുതങ്ങളെ ഓർത്ത് സ്തോത്രം വളരെ ശക്തിയോടെ 95-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു: വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. സ്തോത്രം. വരുവീൻ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയുടെ നടുവിൽ
ദൈവപൈതലെ, ഇന്ന് പകലിൽ നീ ഒന്ന് സലണ്ടർ ആകണം. ഈ ഭൂപരപ്പിൽ എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവശക്തി പ്രാപിച്ചില്ലെങ്കിൽ ഒന്നും നമുക്ക് മുൻപിലോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സ്തോത്രം. ഒരു ഉപജീവന വഴിയാണെങ്കിലും, ഒരു കുടുംബജീവിതമാണെങ്കിലും, ഒരു മിനിസ്ട്രി ആണെങ്കിലും, ആമേൻ, ഏത് തലത്തിൽ നിങ്ങൾ ഇറങ്ങിയാലും ദൈവശക്തിയുടെ ആ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ കഴിയില്ല. എന്നാൽ 81-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നതാണ്. ആമേൻ. ഇവിടെ നമ്മുടെ ബലമായ ദൈവത്തെ ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. ആമേൻ. സ്തോത്രം. ആസാബ്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഈ സങ്കീർത്തനത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ആസാബ് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ആമേൻ, അപ്പോൾ എനിക്ക് തോന്നുന്നു 66-ാമത്തെ സങ്കീർത്തനം എഴുതിയതും ആസാബായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, അതായത് 81-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, 81, ആമേൻ, 95-ൻ്റെ 1, 98-ൻ്റെ 4, 100-ൻ്റെ 1, ഈ സങ്കീർത്തനം എനിക്ക് തോന്നുന്നു, ആമേൻ, സ്തോത്രം, ഇതൊക്കെ ആമേൻ എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനകത്തുള്ള ആത്മാവിൻ്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൻ്റെ ആഴം ചെറുതല്ല കേട്ടോ, വലിയ ആഴമാണ്. ആ ആഴത്തിനകത്ത് ആമേൻ, സകല ഭൂവാസികളുമായി ഉള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവീൻ. അപ്പോൾ എന്താണ് പൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യണം? ആരാധനയുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നയിക്കുന്നത് മനുഷ്യനല്ല, നയിക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഒരിക്കലും ആരാധിച്ച ഏതെങ്കിലും വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. സമയം നോക്കാതെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവകുഞ്ഞെ, സമയം നോക്കാതെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആരാധിപ്പാൻ നമുക്ക് തയ്യാറാകാം. ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ആരാധിപ്പാൻ തയ്യാറാകാം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ നിന്ന് പകൽക്കാലം ഇറങ്ങി വരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ആ ദൈവത്തിൻ്റെ ശക്തി നോക്കി, ഇവിടെ സകല ഭക്തന്മാരായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സ്തോത്രം. ഞാൻ എൻ്റെ വായ് കൊണ്ട് അവനോട് നിലവിളിച്ചു. ആമേൻ. സ്തോത്രം. എൻ്റെ നാവിന്മേൽ അവൻ്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഉണ്ടോ? ആരാധനയിൽ ദൈവത്തിൻ്റെ പുകഴ്ചയുണ്ടോ? ആമേൻ. നാവിൻ്റെ, ആമേൻ, അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പുകഴ്ചയുണ്ടോ? ദൈവം പിടിപ്പിച്ച വിധത്തിൻ്റെ പുകഴ്ചയുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തിൻ്റെ പുകഴ്ചയുണ്ടോ? ദൈവം നമ്മെ നടത്തിയ വിധങ്ങളുടെ പുകഴ്ചയുണ്ടോ? ഇനിയും ദൈവം നമ്മെ നടത്തുന്നു എന്നുള്ള ആ ഒരു വലിയ ഉത്തമ ബോധത്തോടെയാണോ നമ്മളായിരിക്കുന്നത്? എങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ശക്തമായും വ്യക്തമായും വിളിച്ചു പറയുന്നു, നമ്മെ മാനിക്കാൻ സർവശക്തനായ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇടം മറന്നാരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇരിക്കുന്ന ഇടം മറന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരമാണെന്നറിയാമോ? എത്ര ഭയങ്കരമെന്നറിയാമോ ദൈവത്തിൻ്റെ പ്രവൃത്തി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 3-ാമത്തെ 66-ന്റെ 3 നോക്കിക്കേ. നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളുടെ വലിപ്പത്തിൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ശക്തിയുടെ വലിപ്പത്തിൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങുന്നു. അപ്പോൾ ശത്രുക്കൾ കീഴടങ്ങണം, എന്ത് ചെയ്യണം? ആ കൃപയുടെ വലിപ്പം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ 16-ാമത്തെ വാക്യം വളരെ വ്യക്തമാണ്. ആമേൻ. അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്ത ആ ചെയ്തത് ഞാൻ എന്ത് ചെയ്യാം? വിവരിക്കാം. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതേ നാവിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? എൻ്റെ ശക്തിയുടെ വലിപ്പത്തിൽ. സ്തോത്രം. ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രാപിച്ചെടുത്ത് നമ്മെ പാടുവാനും ആരാധിപ്പാനും ദൈവനാമത്തെ ഉയർത്തുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ അതിനകത്ത്
ആമേൻ സ്തോത്രം, ദൈവം നൽകിയിരിക്കുന്ന വിടുതലുകളും അത്ഭുതങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയും. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ വലിപ്പമുണ്ടല്ലോ, അത് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യാദികൾ ഒന്ന് ഓർത്ത് നോക്കി, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മൾ എന്തുമാത്രം ദൈവം നമ്മെ മാനിച്ചു അല്ലേ, നമ്മൾ എന്തുമാത്രം ദൈവം മാനിച്ചു അല്ലേ. ആ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി 5-ാം വാക്യം പറയുന്നു, വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവീൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തികളെ ഭയങ്കരൻ, തൻ്റെ പ്രവൃത്തിയിൽ അവൻ ഭയങ്കരൻ. ആമേൻ. നിന്നെ ഒരിക്കലും പരാജയപ്പെടുത്താൻ ഈ ഒരു മനുഷ്യനും കഴിയത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ സർവശക്തനായ ദൈവം പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ സഹായിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങവിടെ നിന്ന് പകൽക്കാലം പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. പിന്നെ ഞങ്ങളെ മാനിക്കണം, അത്ഭുതത്തിലേക്ക് നടത്തണം. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.